വിവാഹമോചനം വളരെയേറെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലത്താണല്ലോ നാം ഇപ്പോൾ ആയിരിക്കുന്നത്. വളരെ ചെറിയ കാര്യത്തിന് പോലും വിവാഹബന്ധം വേർപെടുത്തുന്ന ഒരു ശോചനീയാവസ്ഥ കാണുന്നു. ഇതിനെക്കുറിച്ച് ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നത് എന്നുകൂടി നമുക്ക് ചിന്തിക്കാം. തകർന്ന കുടുംബങ്ങളിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് വേർപിരിഞ്ഞ് ജീവിക്കുന്നതാകുന്നു എന്ന് വാദിക്കുന്നവരോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, മരണം വരെ ഒരുമിച്ച് ജീവിക്കുവാനാണല്ലോ വിവാഹിതരായത്. പിന്നെ ഇപ്പോൾ വേർപിരിഞ്ഞിട്ട് പറയുന്ന ന്യായം ശരിയാണോ? അങ്ങനെ വേർപെടുമ്പോൾ എത്ര പേർക്കാണ് മുറിവേൽക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സാഹചര്യം നിങ്ങൾക്കറിയാം. എന്നാൽ ആ കാര്യം ആദ്യമേ ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ക്രിസ്തു വിശ്വാസികൾ വിവാഹമോചനം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. തമ്മിൽ ചേരാൻ കഴിയാത്ത അവസ്ഥയാകുന്നു എങ്കിൽ പ്രാർത്ഥനയോടെ അത് പരിഹരിക്കുവാൻ ശ്രമിച്ചാലും. വിശുദ്ധ പൗലോസ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതും കൂടി ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് നമുക്ക് എടുക്കണം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം വരെ നാം ചിന്തിച്ചിരുന്നു. ഇന്ന് 7-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം എന്നോടൊപ്പം എടുത്താട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനമാണല്ലോ ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 7-ാം അധ്യായത്തിൽ നാം കൊരിന്തിലെ സഭ അപ്പോസ്തലനായ പൗലോസിനോട് എഴുതി ചോദിച്ചതായ ചില ചോദ്യങ്ങളാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം വിവാഹത്തെ സംബന്ധിക്കുന്നതായിരുന്നു. 7-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം വരെ നാം ചിന്തിച്ചു കഴിഞ്ഞിരുന്നു. 25-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ ഇവിടെ കൊരിന്ത്യർ പൗലോസിനോട് ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. അതായത് 1-ാമത്തെ ചോദ്യവുമായി ബന്ധമുള്ളതും ആകുന്നു എന്ന് നാം കാണുവാൻ സാധിക്കും. ഒരു കാര്യം ഇവിടെ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതെന്നാൽ ഈ ഭാഗങ്ങളെല്ലാം തന്നെ പൗലോസിൻ്റെ സമയത്ത് കൊരിന്ത് പട്ടണമായിരുന്ന അവസ്ഥയുടെ വെളിച്ചത്തിൽ മാത്രമേ വ്യാഖ്യാനിക്കാനാവൂ. അതിനുശേഷം നാം ആയിരിക്കുന്ന ഈ കാലത്തിലേക്ക് നമുക്കത് ബാധകമാക്കാം. കൊരിന്ത് പട്ടണത്തെക്കുറിച്ചും അവരുടെ വഴികളെക്കുറിച്ചുമുള്ള ഒരു വിശദീകരണം ഞാൻ നേരത്തെ തന്നിരുന്നുവല്ലോ. ഇത്രമാത്രം മോശമായതും അതുപോലെ തന്നെ വഷളത്വം നിറഞ്ഞതുമായ വേറൊരു സ്ഥലമില്ലായിരുന്നു എന്ന് വേണം ചിന്തിക്കേണ്ടത്. മനുഷ്യവർഗം അവിടെ അധപ്പതിച്ച അവസ്ഥയിലായിരുന്നു. പുരുഷന്മാർ മ്ലേച്ഛമായ ജീവിതം നയിച്ചു വന്നിരുന്നു. വിവാഹബന്ധത്തിന് വെളിയിലുള്ള അവിഹിത ബന്ധങ്ങൾ അവർക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല. ചരിത്രത്തിലുടനീളം കാണുവാൻ സാധിക്കുന്ന ഒരു പരമാർത്ഥം എന്തെന്നാൽ, സ്ത്രീകൾ മോശമായ സ്ഥിതിയിലേക്ക് വഴുതി വീഴുമ്പോൾ പുരുഷവർഗം വളരെ താണ ഒരു നിലവാരത്തിലേക്ക് താണുപോകും. അതുകൊണ്ട് കൊരിന്തിലുണ്ടായിരുന്ന ക്രിസ്തീയ മാതാപിതാക്കൾക്കുണ്ടായിരുന്ന ഒരു പ്രയാസം എന്തായിരുന്നെന്നാൽ, വിവാഹപ്രായമായ തങ്ങളുടെ പെൺമക്കളുടെ കാര്യത്തിൽ അവർ എന്തു ചെയ്യും എന്നുള്ളതായിരുന്നു. ഇന്നും അനേകരുടെയും പ്രശ്നം ഇതുതന്നെയാണല്ലോ. അനുരഞ്ജനം ഒരു വിധത്തിലും അനുവദിച്ചുകൂടാ കേട്ടോ. ഈ ആളുകൾ കർത്താവിൻ്റെ ഭാഗത്തേക്ക് വരുന്നതിന് മുൻപുണ്ടായിരുന്ന സുഹൃത്തുക്കൾ മദ്യപന്മാരായിരുന്നു. അവർ അഫ്രഡൈറ്റ് ദേവിയുടെ ക്ഷേത്രത്തിലെ വേശ്യമാരുടെ അടുത്ത് പോയിരുന്നു. ഇപ്പോൾ ഇനിയും അവിവാഹിതരായ പെൺകുട്ടികൾ, അതും വിശ്വാസികളായവർ എന്തു ചെയ്യും? പൗലോസ് ഈ പ്രശ്നത്തെ ഇനിയും കൈകാര്യം ചെയ്യും. ഞാൻ വായിക്കട്ടെ 25-ാം വാക്യം. കന്യകമാരെക്കുറിച്ച് എനിക്ക് കർത്താവിൻ്റെ കൽപ്പനയില്ല, എങ്കിലും വിശ്വസ്തൻ ആകുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കരുണ ലഭിച്ചവനായി ഞാൻ അഭിപ്രായം പറയുന്നത്. കന്യകമാരെക്കുറിച്ച് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് പല തർജ്ജിമകളിലും കന്യകമാരായ പെൺമക്കളെക്കുറിച്ച് എന്ന് തർജ്ജിമ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു തർജ്ജിമ ഒരു വിശദീകരണം കൂടിയാകുന്നുവല്ലോ. വാസ്തവത്തിൽ പൗലോസ് ഇവിടെ സംസാരിക്കുന്നത് ഇതത്രേ. ഇവിടെ വെളിപ്പെടുന്ന ഒരു കാര്യം എന്തെന്നാൽ, പൗലോസിന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകളും അവൻ്റെ ഉപദേശങ്ങളും അറിയാമായിരുന്നു എന്നതത്രേ. എന്നിരുന്നാലും ഇവിടെ അവൻ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം എന്തെന്നാൽ, കന്യകമാരെക്കുറിച്ച് തനിക്ക് കർത്താവിൻ്റെ കൽപ്പന ഒന്നുമില്ല എന്നത്രേ. അവൻ തുടർന്ന് പറയുന്നു, എന്നാൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ, കഴിവുള്ള ഒരു ന്യായാധിപനായി പൗലോസ് തൻ്റെ അഭിപ്രായം നൽകുന്നു. കാരണം അവൻ ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കുകയും ദൈവത്തോട് വിശ്വസ്തനായിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു.
വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ന്യായാധിപൻ ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ പൗലോസ് പ്രാപിച്ചു. 6-ാം അധ്യായത്തിൽ അവൻ ആ യോഗ്യതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 26-27 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഇപ്പോഴത്തെ കഷ്ടത നിമിത്തം ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യൻ അങ്ങനെ തന്നെ ഇരിക്കുന്നത് അവന് നന്ന് എന്നെനിക്ക് തോന്നുന്നു. നീ ഭാര്യയോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവോ? വേർപാട് അന്വേഷിക്കരുത്. നീ ഭാര്യയില്ലാത്തവനോ ഭാര്യയെ അന്വേഷിക്കരുത്. ഇപ്പോഴത്തെ കഷ്ടത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊരിന്തിലെ അപ്പോഴത്തെ അവസ്ഥയാണ്. അത് അങ്ങനെ തന്നെ തുടരുവാൻ പോകുന്നില്ല എന്ന് പൗലോസിന് നിശ്ചയമുണ്ട്. നാം ഇപ്പോൾ കാണുന്ന അധാർമികത്വവും അസ്വസ്ഥതയും ഇങ്ങനെ തന്നെ തുടരുമോ എന്നതായിരിക്കും താങ്കളുടെ സംശയം. ഇത് ഇങ്ങനെ തുടർന്നാൽ അത് നമ്മുടെ കുടുംബങ്ങളെയും രാഷ്ട്രത്തെയും തകർക്കും. അപ്പോൾ അതെല്ലാം അവസാനിക്കും എന്നത് തീർച്ചയാണ്. ഇപ്പോൾ പത്രോസ് എന്താണ് പറയുന്നത്? ഇപ്പോഴത്തെ ഈ ദുരിതം പിടിച്ച ഈ അവസ്ഥയിൽ, അതെ, ഇതുപോലൊരു പ്രശ്നം പിടിച്ച അവസ്ഥയിൽ താങ്കൾ ക്രിസ്തുവിങ്കിലേക്ക് വന്നതിനാൽ ഒരു ഭാര്യയുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ അവളുമായുള്ള ബന്ധത്തിൽ തുടരുക. അവൾ രക്ഷിക്കപ്പെടാത്തവളാകുന്നു എങ്കിൽ താങ്കൾക്ക് കഴിയുന്നത്രയും അവളോട് ചേർന്ന് ജീവിക്കുക. അഥവാ താങ്കൾ വിവാഹം കഴിയാത്ത വ്യക്തിയാകുന്നുവെങ്കിൽ ഇപ്പോൾ ഈ വലിയ പ്രശ്നമായ അധാർമികത മൂലം അവിവാഹിതനായി കഴിയുന്നതാണ് തനിക്ക് നല്ലത്. പൗലോസ് പറയുന്നു, ഇതാകുന്നു നന്ന് എന്ന് എനിക്ക് തോന്നുന്നു എന്ന്. ഇവിടെ 28-ാം വാക്യത്തിൽ നാം കാണുന്നത്, നീ വിവാഹം ചെയ്താലും ദോഷമില്ല, കന്യകയും വിവാഹം ചെയ്താൽ ദോഷമില്ല, എങ്കിലും ഇങ്ങനെയുള്ളവർക്ക് ജഡത്തിൽ കഷ്ടതയുണ്ടാകും, അത് നിങ്ങൾക്ക് വരരുത് എന്ന് എൻ്റെ ആഗ്രഹം. വിവാഹം കഴിക്കുന്നത് തീർച്ചയായും പാപമല്ല. എന്നാൽ ഏറ്റവും അനുയോജ്യമായ സാഹചര്യത്തിൽ പോലും വിവാഹ അവസ്ഥ കലുഷിതമായിരിക്കും. കൂടുതൽ പ്രശ്നത്തിൽ നിന്നും അവരെ രക്ഷിക്കുവാൻ പൗലോസ് ശ്രമിക്കുകയാണ്. വലിയൊരു പങ്ക് വിവാഹ ബന്ധങ്ങൾ തകർച്ചയിലാണ് എന്നെല്ലാവർക്കും അറിയാം. എങ്ങനെയൊക്കെ ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിയുന്ന അവസ്ഥയാണ് അനേകർക്കും. എങ്ങനെയെങ്കിലും തല്ലിക്കൊട്ടി കഴിയുക. വിവാഹമോചനങ്ങളുടെ നിരക്ക് വളരെയേറെ കൂടിയിരിക്കുന്നു. നാമും ഇപ്പോഴത്തെ കഷ്ടത എന്ന അവസ്ഥയിലാണെന്നത്രേ അത് വെളിപ്പെടുത്തുന്നത്. തുടർന്ന് പൗലോസ് മറ്റു കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്യുവാൻ തുടങ്ങുകയാണ്. എല്ലാം ഇപ്പോഴത്തെ കഷ്ടതയുടെ വെളിച്ചത്തിൽ, കാലത്തിൻ്റെ ചുരുക്കം, സമയത്തിൻ്റെ തിടുക്കവും സത്വരതയും ഇവയൊക്കെ പൗലോസ് ചർച്ച ചെയ്യുന്നു. ആവശ്യമായ, അനിവാര്യമായ ഈ ലോകത്തിൽ മനുഷ്യവർഗത്തിന് പൊതുവായിട്ടുള്ള അനുഭവമായ 5 കാര്യങ്ങൾ പൗലോസ് സൂചിപ്പിക്കുന്നു. വിവാഹം, ദുഃഖം, സന്തോഷം, വ്യാപാരം, പിന്നെ ലോകത്തോടുള്ള ബന്ധം പൊതുവായും അവൻ ചർച്ച ചെയ്യുന്നു. അവൻ ചർച്ച ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം വിവാഹം എന്നതത്രേ. പൗലോസ് പറയുന്നത് എന്തെന്നാൽ, വിവാഹം കഴിക്കുക എന്നത് നല്ല കാര്യം തന്നെ, എന്നാൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമെന്ന കാര്യം മറക്കരുത്. അങ്ങനെ തന്നെ സംഭവിക്കും. യുവജനങ്ങളോട് ഞാൻ പറയാറുണ്ട്, ഈ ആദ്യത്തെ രസം എന്നും നിൽക്കുമെന്ന് കരുതരുത് എന്ന്. വിവാഹത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ എന്തൊരു രസമില്ലേ? എന്നാൽ ആദ്യത്തെ മാസത്തെ വീട്ടുവാടക കൊടുക്കേണ്ടി വരുമ്പോൾ, അല്ല, ഭാര്യയുടെ കൂട്ടുകാരത്തിയുടെ വിവാഹത്തിന് അവർ തന്നതുപോലെങ്കിലും ഒരു സമ്മാനം വാങ്ങുവാൻ ഭാര്യ നിർബന്ധിക്കുമ്പോൾ രസമെല്ലാം ജനലിൽ കൂടി വെളിയിൽ ചാടി പറന്നു പോകും. വിവാഹം കഴിക്കുന്നത് തെറ്റല്ല. തെറ്റോ ശരിയോ എന്ന് തീരുമാനിക്കുന്നതിനേക്കാൾ ആവശ്യവും പ്രയോജനവുമാണോ എന്ന് തീരുമാനിക്കുകയാണ് ഇവിടെ അത്യാവശ്യമായിരിക്കുന്നത്. ഈ കാര്യത്തിൽ ദൈവഹിതം അന്വേഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. 29-ാം വാക്യം, എന്നാൽ സഹോദരന്മാരെ, ഇതൊന്ന് ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇനി ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും സമയം ഞെരുക്കുന്നെങ്കിൽ തന്നെയും അവർ ദൈവത്തെ ഒന്നാമതായി കണ്ട് പ്രവർത്തിക്കണമെന്ന് പൗലോസ് പറയുന്നു. നിങ്ങൾ വിവാഹം കഴിച്ച ആളാകുന്നു എങ്കിൽ വിവാഹം കഴിയാത്ത വ്യക്തിയെപ്പോലെ നിന്ന് ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുവാൻ സാധിക്കുമോ? 30-ാം വാക്യം നോക്കിക്കാട്ട്, കരയുന്നവർ കരയാത്തവരെ പോലെയും സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും. കരയുന്നവർ കരയാത്തവരെ പോലെയും. നിങ്ങളുടെ ജീവിതത്തിലെ എന്തെങ്കിലും ദുഃഖം, വേദന ദൈവത്തെ സേവിക്കുന്നതിൽ നിന്നും നിങ്ങളെ പിന്മാറ്റുവാൻ പോവുകയാണോ? സ്റ്റോയിക് തത്വജ്ഞാനികളെപ്പോലെ നിർവികാരികളാകാൻ പ്രബോധിപ്പിക്കുകയല്ല. സുഖവും ദുഃഖവും അതതിൻ്റെ സ്ഥാനത്ത് ചേർച്ചയുള്ളതാണെങ്കിലും അവയ്ക്ക് കാരണമായിരിക്കുന്ന ഘടകങ്ങൾ താൽക്കാലികങ്ങളാണെന്ന് ഓർക്കണം. നാം എന്തെല്ലാം സമ്പാദിച്ചാലും അവ അനുഭവിക്കുവാനുള്ള സമയം ചുരുക്കമാണ്. ഒരു വിശ്വാസി തൻ്റെ വസ്തുവകകളുടെ ഉടമസ്ഥനല്ല, ഒരു ട്രസ്റ്റി മാത്രമാണ്.
മനസ്സ് അതിന്മേൽ പതിഞ്ഞു പോകരുത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ആകൃതിപ്പെടുത്തുവാൻ ചുറ്റുപാടുകളെ നാം അനുവദിക്കരുത്. വളരെ അയഞ്ഞ ഒരു മനോഭാവം മാത്രമേ ഈ ലോകത്തിലെ സമ്പത്തിനോട് ഉണ്ടായിരിക്കാവൂ. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ സ്ഥാനത്ത് സുഖത്തെ നാം കൊണ്ടുവരരുത്. വിലയ്ക്ക് വാങ്ങുന്നവൻ കൈവശമാക്കാത്തവരെ പോലെയും എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴിൽ ദൈവത്തിൻ്റെ സ്ഥാനം എടുക്കുവാൻ അനുവദിക്കരുതെന്ന്. അനേകർക്കും ദൈവത്തെക്കാൾ താല്പര്യം തങ്ങൾക്ക് ദൈവം നൽകിയ തൊഴിലിനോടാണ്, ആ ജോലിയോട്. 31 വാക്യത്തിൽ നാം വായിക്കുന്നു, ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ഈ ലോകത്തിൻ്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. നാം ഈ ലോകത്തിലാകുന്നു, എന്നാൽ ലോകക്കാരല്ല എന്ന് കണ്ട് തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത് എന്നുള്ള മനോഭാവത്തോടെ നാം നടക്കണം എന്നല്ല. ഇവിടെ അർത്ഥമാക്കുന്നത് എന്തെന്നാൽ നാം ഈ ലോകത്തെ ഉപയോഗിക്കണം. പ്രകൃതിയുടെ സൗന്ദര്യം നാം ആസ്വദിക്കണം. പ്രകൃതിയെ ആരാധിക്കേണ്ടതില്ല. ഈ ലോകത്തിലെ സാധനങ്ങൾ നാം ഉപയോഗിക്കണം. ദുർവിനിയോഗം ചെയ്യരുത്. സൃഷ്ടാവിന് പകരമായി നാം അത് ഉപയോഗിക്കുവാൻ പാടില്ല. ഈ ലോകത്തിൻ്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ കാര്യങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുകയാണോ? ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയാണോ എന്നത്രേ. ഇതത്രേ പൗലോസ് ഇവിടെ സംസാരിക്കുന്നത്. ഇനിയും പൗലോസ് വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് മടങ്ങിപ്പോകുന്നു. 32 വാക്യം, നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. വിവാഹം ചെയ്യാത്തവൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. പൗലോസ് ഇനിയും ചില പ്രാവർത്തികമായുള്ള നിർദ്ദേശങ്ങൾ കൂടി പറയുന്നു. അവിവാഹിതനായ വ്യക്തിക്ക് കുട്ടിയെ കഴിയിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. പാല് വാങ്ങിക്കുന്നതിന് വെളുപ്പിനെ എഴുന്നേറ്റ് ഓടേണ്ടതില്ല. വീട്ടുകാർക്കെല്ലാം കൂടി സാധനം വാങ്ങുവാൻ ബുദ്ധിമുട്ടേണ്ടതില്ല. ആ വ്യക്തിക്ക് തനിക്കുള്ള സമയം മൊത്തം ദൈവകാര്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്നതാണ്. 33 വാക്യം, വിവാഹം ചെയ്തവൻ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹിതനായ വ്യക്തി ഭാര്യയെ സന്തോഷിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ഇത് സ്വാഭാവികമായ കാര്യമാണല്ലേ. അത് തെറ്റാകുന്നു എന്ന് പൗലോസ് പറയുന്നില്ല. ഈ കാര്യം നാം പ്രത്യേകം ഓർക്കണം. 34-35 വാക്യങ്ങളിൽ നാം കാണുന്നു, അതുപോലെ ഭാര്യയായവൾക്കും കന്യകയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വിവാഹം കഴിയാത്തവൾ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധിയാകേണ്ടതിന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹം കഴിഞ്ഞവൾ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. ഞാനിത് നിങ്ങൾക്ക് കുടുക്കിടുവാനല്ല, യോഗ്യത വിചാരിച്ചും നിങ്ങൾ ചാബല്യം കൂടാതെ കർത്താവിങ്കൽ സ്ഥിരമായി വസിക്കേണ്ടതിനും നിങ്ങളുടെ ഉപകാരത്തിനായിട്ടത്രേ പറയുന്നത്. ദൈവത്തിന് ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കൊടുക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. ഒരു വിവാഹ ബന്ധത്തിൽ ഏതൊരു കാര്യത്തിലും ഏതൊരാൾക്കും തീരുമാനമെടുക്കേണ്ട വസ്തുത അതായിരിക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾ ആരായിരുന്നാലും താങ്കളുടെ ആത്മീകം വളരെ ഉയർന്നതാകുന്നു എന്ന് താങ്കൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും താങ്കളുടെ വിവാഹ ബന്ധത്തിൽ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കാത്ത പക്ഷം താങ്കളുടെ വിവാഹം ഒരു മാതൃകയുള്ള ക്രിസ്തീയ വിവാഹമല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതല്ല. കല്യാണം കഴിയാത്തവർ കൂടുതൽ വിശുദ്ധിയുള്ളവരെന്നല്ല. പുരുഷനായാലും സ്ത്രീ ആയാലും വിവാഹിത ഭർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ കടപ്പാടുള്ളവളാകയാൽ ലോകകാര്യങ്ങളിൽ കൂടുതൽ വ്യാപൃതയായി പോകുന്നു. വിവാഹിത ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല എന്നല്ല, കൂടുതൽ ബദ്ധപ്പാടോടുകൂടെ അങ്ങനെ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് മാത്രം. വിവാഹം കഴിക്കാനോ കഴിക്കാതിരിക്കാനോ അവർക്കുള്ള സ്വാതന്ത്ര്യത്തെ തടയുന്നില്ല. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ഈ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ 2 വാക്യം വിധവമാരെക്കുറിച്ചാണ് പറയുന്നത്. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചുപോയാൽ തനിക്ക് മനസ്സുള്ളവനുമായി വിവാഹം കഴിയുവാൻ സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൽ വിശ്വസിക്കുന്നവനുമായി മാത്രമേ ആകാവൂ. എന്നാൽ അവൾ അങ്ങനെ തന്നെ പാർത്തുകൊണ്ടാൽ ഭാഗ്യമേറിയവൾ എന്ന് എൻ്റെ അഭിപ്രായം. ദൈവാത്മാവ് എനിക്കുമുണ്ട് എന്ന് തോന്നുന്നു. കന്യകയ്ക്ക് പിതാവിൻ്റെ ഇഷ്ടമാണ് നോക്കേണ്ടത്. വിധവയുടെ വിവാഹത്തിന് അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൽ മാത്രമേ ആകാവൂ. വിശ്വാസിനിയായ വിധവ ഒരു
വിശ്വാസിയെ മാത്രമേ വിവാഹം കഴിക്കുവാൻ പാടുള്ളൂ. അവിശ്വാസിയെ വിവാഹം കഴിക്കുന്നതാകയാൽ കർത്താവിൽ ആകെയില്ല. കർത്താവിൻ്റെ ഹിതപ്രകാരവും കർത്താവിന് കീഴ്പ്പെട്ടുമായിരിക്കണം ഓരോ ദൈവപൈതലും. രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും തമ്മിൽ വിവാഹ ബന്ധത്തിൽ ചേർന്നാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ഞാൻ പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ വന്നാൽ അത് സഭയിലും കുടുംബത്തിലും അനേകം പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യം നാം ഓർക്കണം. ഇവിടെ പൗലോസ് ഈ വിഷയത്തെ വളരെ അധികം വിശദമായി നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. കാരണം ഇത് ഒരു വ്യക്തിയെ വളർത്തുകയോ തളർത്തുകയോ ചെയ്യുന്നതായ ഒരു വിഷയമാണ്. കുടുംബജീവിതം തകർന്നാൽ എല്ലാം തകർച്ചയിലാകുമല്ലോ. 8-ാം അധ്യായത്തിലേക്കും കൂടി നമുക്ക് പ്രവേശിക്കാം. ഈ 8-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ഇവിടെ വേറൊരു പ്രശ്നത്തെയാകുന്നു കൈകാര്യം ചെയ്യുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്ന വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ഭാഗത്താണ് നാം ഇപ്പോൾ വന്നിരിക്കുന്നത്, 8-ാം അധ്യായത്തിലൂടെ. ഈ ഭാഗം 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വരെയാണ് കാണുന്നത്. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൻ്റെ വിവിധ വശങ്ങളെ ഈ ഭാഗത്ത് സ്പർശിക്കുന്നതായി കാണാവുന്നതാണ്. വളരെയധികം പ്രയോജനമുള്ള ഒരു ഭാഗമാണ് ഇതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മാംസം ഭക്ഷിക്കുവാൻ ഒരു ദൈവ പൈതലിന് അവകാശമുണ്ടോ എന്ന പ്രശ്നത്തെക്കുറിച്ചും ഈ പ്രത്യേക വിഷയത്തിൽ ഒരു വ്യക്തിക്കുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമാണ് ഇവിടെ സംസാരിക്കുന്നത്. ഈ പ്രത്യേക ഭാഗം പഠിക്കുവാനായി നാം ശ്രമിക്കുമ്പോൾ ഒരു കാര്യം നാം ഓർത്തിരിക്കേണ്ടത് എന്തെന്നാൽ, പൗലോസ് ഈ കാര്യങ്ങൾ കൊരിന്ത്യയിലെ വിശ്വാസികൾക്കാണ് എഴുതുന്നത്. അവൻ അവരെ സംബോധന ചെയ്തത് മറക്കരുത്. ജഡീകരെന്നും ക്രിസ്തുവിൽ ശിശുക്കളെന്നും. ആദ്യം അവൻ ജഡീകത്വത്തെക്കുറിച്ച് സംസാരിക്കും. അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ആത്മീകത്വത്തെക്കുറിച്ച് സംസാരിക്കും. നമ്മുടെ ഇന്നത്തെ സഭകൾ ഈ പറഞ്ഞതുപോലെ ജഡീകത്വം എന്ന അവസ്ഥയിലായിരിക്കുന്നതിനാൽ ഈ ഭാഗം നമുക്ക് വളരെയേറെ ഉപയോഗമുള്ളതാകുന്നു എന്ന് നാം ഓർക്കണം. നാം ആയിരിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് പൗലോസ് എഴുതുന്നു എന്ന് നമുക്ക് തോന്നും. വിവാഹവും വിവാഹമോചനവും എന്നതുപോലെ തന്നെ വിവാദപരമായൊരു വിഷയമാണ് ഭക്ഷണരീതി എന്നുള്ളതും. അനേകർക്കും ഈ ഭക്ഷണക്രമം എന്ന വിഷയം ഒരുതരം ഭ്രാന്താണ്. അനേകം മതസമ്പ്രദായങ്ങളിലും, അതായത് കൾട്ടുകളിലും പ്രത്യയശാസ്ത്രങ്ങളിലും ആഹാര രീതി എന്നത് പൊതുവെ ആചാരങ്ങളുടെ ഒരു അത്യാവശ്യ ഘടകമായിട്ടാണ് കാണപ്പെടുന്നത്. ഈ പറഞ്ഞവരിൽ അനേകർക്കും ഭക്ഷണക്രമത്തിൽ കർശനമായ നിബന്ധനകളാകുന്നു ഉള്ളത്. മാംസം ഭക്ഷിക്കുന്നതിൽ ഇസ്രായേൽ മക്കൾക്ക് പഴയ നിയമത്തിൽ ദൈവം ഏതാനും നിബന്ധനകൾ നൽകി എന്നത് ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. ശുദ്ധിയുള്ള ഒരു മൃഗത്തിന് പിളർന്ന കുളമ്പും അയവിറക്കുന്ന സ്വഭാവവും ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല, പക്ഷികളിലും മത്സ്യത്തിലും ഭക്ഷിക്കാവുന്നതും അല്ലാത്തവയുമായ പ്രത്യേകം ഇനത്തെ എടുത്തു പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങൾ ലേവ്യ പുസ്തകത്തിലും ആവർത്തന പുസ്തകം 14-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നതായി നാം കാണുന്നു. എന്തുകൊണ്ടാണ് ദൈവം ഇസ്രായേൽ മക്കൾക്കൊരു പ്രത്യേക ആഹാര രീതി നൽകിയത്? അവനത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആവർത്തന പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മക്കളാകുന്നു. മരിച്ചവന് വേണ്ടി നിങ്ങളെ മുറിവേൽപ്പിക്കുകയോ നിങ്ങൾക്ക് മുൻകഷണ്ടി ഉണ്ടാക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് തനിക്ക് സ്വന്തം ജനമായിരിക്കാൻ യഹോവ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. മ്ലേച്ഛമായതൊന്നിനെയും തിന്നരുത്. അതുമാത്രമല്ല, ആഹാരക്രമം ആരോഗ്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ദൈവം ഇസ്രായേലിന് നൽകിയ ഭക്ഷണം അവർക്ക് ഏറ്റവും നല്ലതായിട്ടുള്ളതായിരുന്നു. ഇന്ന് ഡോക്ടർമാർ ആഹാരരീതി നിർദ്ദേശിക്കുമ്പോൾ ചില ആഹാരങ്ങൾ വർജിക്കുവാൻ പറയാറുണ്ടല്ലോ. ഉപ്പ് കൂട്ടരുത്, കാപ്പി കുടിക്കരുത്, ചോറ് ഒരു നേരം മാത്രം കഴിക്കണം. നമുക്ക് പരിചയമുള്ള സംഗതിയാണല്ലോ ഇതൊക്കെ. നാം ചെയ്യുന്നത് തെറ്റായിരിക്കുന്ന അനേകം കാര്യങ്ങളെ വളരെ വ്യക്തമായി കാണിച്ചുകൊണ്ട് ഒരു ചുവന്ന വിളക്ക് തിരുവചനത്തിൽ കത്തിച്ചു പിടിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന്, ദൈവം മദ്യപാനത്തെ കുറ്റപ്പെടുത്തുന്നു. ആ വിഷയത്തിൽ വിവാദം ഒന്നുമില്ല. കർത്താവ് വീഞ്ഞുണ്ടാക്കിയെന്നോ പൗലോസ് വീഞ്ഞു കുടിക്കുവാൻ തിമോത്തിയോസിനോട് പറഞ്ഞു എന്നോ ഈ ഉപാധിയൊന്നും പറയേണ്ടതില്ല. താങ്കൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വ്യക്തിയെങ്കിൽ ഇതുവരെ ദൈവപൈതലായി തീർന്നിട്ടില്ല. ആരുമായിക്കൊള്ളട്ടെ. അതുപോലെ പല പരിചയങ്ങളുടെ മേലും ഒരു ചുവന്ന ലൈറ്റ് തെളിയിച്ച് തെറ്റെന്ന് ദൈവവചനം വ്യക്തമായി സംസാരിച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സൗകര്യത്തിന് വളച്ചൊടിച്ചുകൊണ്ട് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ മഞ്ഞ നിറമുള്ളൊരു ഭാഗമുണ്ട്. സന്ദിഗ്ധമായ പരിചയങ്ങൾ, സംശയാസ്പദമായ കാര്യങ്ങൾ, വചനം വ്യക്തമായി പാപമെന്ന് പറഞ്ഞിട്ടില്ലാത്തതും നിശബ്ദവുമായ ഭാഗങ്ങൾ. ഇവ വെളുപ്പോ കറുപ്പോ അല്ലാത്ത കാര്യങ്ങൾ തിരുവചനം വ്യക്തമായ നിർദ്ദേശങ്ങൾ ഈ ഭാഗത്ത് നൽകുന്നില്ല. ഉദാഹരണത്തിന്, ഒരു വിശ്വാസി സിനിമ കാണുന്നത് ശരിയാണോ? കാപ്പിയും ചായയും കുടിക്കാമോ?
ആഭരണം ഇടാമോ? അണിഞ്ഞൊരുങ്ങുന്നത് ശരിയാണോ? തലമുടി രണ്ടായി പിന്നെ ഇടാമോ? വിവിധ നിറത്തിലുള്ള വസ്ത്രം ധരിക്കാമോ? പൊട്ടു തൊടാമോ? ഞായറാഴ്ച യാത്ര ചെയ്യുന്നത് ശരിയാണോ? അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ. ഈ പറഞ്ഞതിൽ എല്ലാം തന്നെ ചില സ്ഥലത്ത് ശരിയും മറ്റ് ചിലയിടത്ത് ഭയങ്കര പാപവുമായി കാണപ്പെടുന്നു. ചില വിഭാഗങ്ങൾ ചില പ്രത്യേക നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതായി കാണാവുന്നതാണ്. അവ നല്ല നിയമങ്ങളോ മോശമായ നിയമങ്ങളോ ആകാം. അവയെക്കുറിച്ച് തർക്കിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളായിരിക്കുന്ന വിഭാഗം നിഷ്കർഷിക്കുന്നതിനെ അനുസരിക്കുക, അല്ലെന്ന് വരികിൽ അത് അനുവദിച്ചിരിക്കുന്നിടത്തോട്ട് മാറുക. എന്നാൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വലിയ പ്രമാണത്തെ താങ്കൾ ഒന്ന് കാണുക. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ പൗലോസിൻ്റെ സമയത്തെ കൊരിന്തിനെക്കുറിച്ച് നമുക്ക് നല്ല ഒരു ധാരണ ഉണ്ടാകേണ്ടതുണ്ട്. നല്ലത് എന്ന് പറഞ്ഞാൽ അവിടെ അപ്പോൾ നടന്നിരുന്ന ആ സാഹചര്യം എന്തെന്ന് നാം അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുവാൻ കഴിയാതെ വന്നാൽ ഈ അധ്യായത്തിൻ്റെ മൊത്തം വിഷയം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. അതെന്താകുന്നു എന്ന് ചോദിച്ചാൽ, കൊരിന്തിൽ മാംസം കഴിക്കുവാൻ കൊള്ളാകുന്ന ഏറ്റവും നല്ല സ്ഥലം അവിടുത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളായിരുന്നില്ല. ഏറ്റവും നല്ല മാംസം ലഭിച്ചിരുന്നത് ക്ഷേത്രം വകയായി നടത്തിയിരുന്ന ഇറച്ചിക്കടകളിലായിരുന്നു. കൊരിന്തിൽ ആളുകൾ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുവാനായി മൃഗങ്ങളെ കൊണ്ടുവരിക പതിവായിരുന്നു. തങ്ങൾക്കുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മൃഗങ്ങളെ ആയിരുന്നു അവർ ബലിയർപ്പിച്ചിരുന്നത്. മാംസം ഈ ദൈവത്തിന് അർപ്പിച്ചിരുന്നു. എന്നാൽ അധികം സമയം അതവിടെ ഇരുന്നിരുന്നില്ല. കാരണം അവർ വിശ്വസിച്ചിരുന്നത് ഈ ദൈവത്തിൻ്റെ ആത്മാവ് മൃഗത്തിൻ്റെ ആത്മാവിനെ ഭക്ഷിച്ചു എന്നത്രേ. അങ്ങനെ ദൈവത്തിനുള്ള ഭക്ഷണം അവിടെ അവസാനിക്കും. പിന്നീട് അവർ ആ മാംസം ക്ഷേത്രത്തിന് ചുറ്റും കെട്ടിയിട്ടുള്ള ആ സ്റ്റാളുകളിലേക്ക് കൊണ്ടുപോവുകയും അവിടെ അത് വിൽക്കുകയും ചെയ്തിരുന്നു. അന്നത്തെ ഇറച്ചിക്കടകൾ ഈ പറഞ്ഞതുപോലെയുള്ള ക്ഷേത്രങ്ങൾക്ക് ചുറ്റും ആയിരുന്നു. കൊരിന്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏറ്റവും നല്ല മാംസം ലഭിച്ചിരുന്നത് ഈ പറഞ്ഞ വിധത്തിലുള്ള കടകളിലായിരുന്നു. അവ ദൈവങ്ങൾക്ക് അർപ്പിച്ച മാംസം ആയിരുന്നെന്ന് മാത്രം. കൊരിന്തിലുണ്ടായിരുന്ന ചില വിശ്വാസികൾ ഈ പരിചയത്താൽ അസ്വസ്ഥരായി. അവർ പൗലോസിനോട് ഈ വിഷയത്തെക്കുറിച്ച് ആരാഞ്ഞുകൊണ്ട് കത്തെഴുതി. അവരെ വേറൊരു ക്രിസ്തീയ കുടുംബത്തിൽ ഭക്ഷണത്തിന് ക്ഷണിച്ചെന്ന് വന്നേക്കാം. അവർ ചെല്ലുമ്പോൾ നല്ല ഒന്നാന്തരം ഇറച്ചിക്കറി വിളമ്പുന്നു. ഒന്നോർക്കണേ, അങ്ങനെ രുചിയോടെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിരുന്നുകാർ വീട്ടുകാരോട് പറയും, നല്ല ഒന്നാന്തരം ഇറച്ചിക്കറി, ഞങ്ങളുടെ നാട്ടിലെങ്ങും ഇതുപോലുള്ളത് കണ്ടു കിട്ടില്ല. അവിടെ കിട്ടുന്നത് കടിച്ചാൽ പല്ലൊടിയല്ലാതെ ഒരു പ്രയോജനവുമില്ല, കടി കൊള്ളത്തില്ല, ഒരു രുചിയുമില്ലാത്ത സാധനമാണ്. ഇത് നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടി? ഉടനെ ആ വീട്ടിലെ സ്ത്രീ പറയും, അയ്യോ, ഞങ്ങൾ സ്ഥിരം വാങ്ങുന്നത് നമ്മുടെ ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള ഇറച്ചിക്കടകളിൽ നിന്നുമാണ്. അവിടെ വിലക്കുറവുമാണ്, നല്ല സാധനം കിട്ടുകയും ചെയ്യും. ആരാ വേറെ വാങ്ങുവാൻ പോകുന്നത്? ഇത് കേൾക്കുന്ന വിരുന്നുകാർ ആകെ അസ്വസ്ഥരാകും. കാരണമുണ്ട്. ഈ പറഞ്ഞ ദൈവങ്ങൾക്ക് അർപ്പിച്ചത് എന്തും ഭക്ഷിക്കുന്നത് തെറ്റാകുന്നു എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഇത് സഭയിൽ നിരന്തരമായ ഒരു പ്രശ്നമായി തീർന്നു. അതത്ര ഈ അധ്യായത്തിൽ പൗലോസ് സംസാരിക്കുന്നത്. വിഗ്രഹാർപ്പിതമായ മാംസം ഒരു വിശ്വാസിക്ക് ഭക്ഷിക്കാമോ? കൊരിന്തിലെ വിശ്വാസികൾക്ക് ഇതൊരു ഭയങ്കര പ്രശ്നം തന്നെയായിരുന്നു. അതിന് കാരണമുണ്ട്. അവരിൽ ഒട്ടുമുക്കാലും പേർ ഈ പറഞ്ഞ ആരാധനയുടെ പശ്ചാത്തലത്തിൽ നിന്നും വെളിയിൽ വന്നിട്ടുള്ളവർ ആയിരുന്നു. അതുകൊണ്ട് ഈ വിഗ്രഹാർപ്പിതം തിന്നുന്നത് ഈ ആരാധനയുമായുള്ള ഒരു അനുരഞ്ജനമാകുന്നു എന്നവർ ഉറച്ചു വിശ്വസിച്ചു. അതേസമയം തന്നെ സഭയിലെ ഒരു പങ്കിന് തോന്നി അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല എന്ന്. കൊരിന്തിലെ ഈ വലിയ പ്രശ്നത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആദ്യത്തെ 2 വാക്യങ്ങൾ, 8-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ നമുക്കെല്ലാവർക്കും അറിവുണ്ട് എന്ന് നമുക്കറിയാം. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീയ വർധന വരുത്തുന്നു. താൻ വല്ലതും അറിയുന്നു എന്ന് ഒരുത്തന് തോന്നുന്നുവെങ്കിൽ അറിയേണ്ടതുപോലെ അവൻ ഇന്നുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അറിവ് ഒരു ബലൂൺ വീർക്കുന്നത് പോലെ, ഉല ഊതുന്ന തുകൽ വീർക്കുന്നത് പോലെ വീർത്തു വരുന്നു. നിഗളമാണ് ഫലം. സ്നേഹം അതുപോലെ വീർക്കുന്നില്ല, പിന്നെയോ അത് നിറയ്ക്കുകയാണ്. സ്നേഹമാണ് സർവപ്രധാനം. ആത്മിക ജീവനും സ്വഭാവവും വളർത്തുകയും വിശ്വാസികളെ ഐക്യത്തിൽ കൂട്ടിയിണക്കുകയും ചെയ്യുന്നത് സ്നേഹമാണ്. ദൈവത്തോടും മറ്റുള്ളവരോടും ഉള്ള സ്നേഹം നമ്മുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കണം. അറിവ് മാത്രമാകുന്നുവെങ്കിൽ അതങ്ങനെ ചീർത്തു വരികയും മറ്റുള്ളവരുമായുള്ള നമ്മുടെ ഇടപാടുകളിൽ പരുക്കനായി തീരുകയും ചെയ്യും. അറിവ് വർദ്ധിക്കുന്നതിനോടൊപ്പം സ്നേഹവും വർദ്ധിക്കുവാൻ വേണ്ടത് ചെയ്യണം. അല്ലെന്ന് വരികിൽ താങ്കളുടെ അറിവ് മറ്റുള്ളവർക്ക് അംഗീകരിക്കുവാൻ സാധിക്കാത്ത വിധം പരുക്കനായിരിക്കും.
തങ്ങൾക്ക് വളരെയേറെ അറിവുണ്ടെന്ന് ചിന്തിക്കുന്ന അനേകരുടെയും പ്രശ്നം ഇതത്രേ. വാസ്തവത്തിൽ അവർക്ക് വളരെ കുറച്ചേ അറിയുള്ളൂ. എന്നാൽ വളരെ അറിയാമെന്ന് ചിന്തിക്കുന്നതിനാൽ മറ്റുള്ളവരുടെ മേൽ അത് അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞൊരു ദിവസം ഒരു സ്ഥലത്ത് പ്രസംഗിക്കുവാൻ ചെന്നപ്പോൾ ഒരു ശ്രോതാവുമായി പരിചയപ്പെടുവാനിടയായി. പ്രസംഗം കേൾക്കുവാൻ വന്നു എന്നതിനേക്കാളേറെ തനിക്കറിയാമെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ സംശയരൂപേണ എന്നോട് ചോദിച്ച് മറുപടി പറയുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമെന്ന് തോന്നി. ഞങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ആൾ എന്നെ പിടികൂടി. ഞാൻ പറയുന്നത് എന്തെങ്കിലും കേൾക്കുവാനോ മനസ്സിലാക്കുവാനോ മനോഭാവമില്ല. തൻ്റെ സംശയങ്ങളാണ് ലോകത്തിലേക്കും ഏറ്റവും വലുതെന്ന വിധത്തിൽ സംസാരിക്കുവാൻ തുടങ്ങി. ഫലമോ രണ്ടുപേരും മുഷിഞ്ഞു. യഥാർത്ഥ ജ്ഞാനം നാം അറിഞ്ഞതിനെക്കുറിച്ച് നിഗളിക്കാതിരിക്കാൻ ഇടയാക്കുന്നു. യഥാർത്ഥ ജ്ഞാനം മുഴുവൻ സമ്പാദിച്ചു കഴിഞ്ഞു എന്നൊരുവന് തോന്നുന്നുവെങ്കിൽ അത് എങ്ങനെയാണ് സമ്പാദിക്കേണ്ടതെന്ന് പോലും അവൻ അറിയാൻ തുടങ്ങിയിട്ടില്ല. ഉപരിപ്ലവ ജ്ഞാനം മാത്രമുള്ളവൻ അന്യരെ ഉപദേശിക്കാൻ ബന്ധപ്പെടുന്നു. അറിയേണ്ടത് മുഴുവനും അറിഞ്ഞു കഴിഞ്ഞു എന്ന് കൊരിന്ത്യർക്കൊരു ഭാവമുണ്ടായിരുന്നു. ഇനി 3-ാം വാക്യത്തിൽ ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. നാം അറിവിനാലല്ല സ്നേഹത്താൽ നയിക്കപ്പെടുന്നതാകണം. ദൈവസ്നേഹം നിഗളമില്ലാത്ത ജ്ഞാനത്തെ നമുക്ക് തരികയും ജ്ഞാനത്തിൻ്റെ ഉപയോഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ സ്നേഹത്തിന് 1-ാം സ്ഥാനവും അറിവിന് 2-ാം സ്ഥാനവുമാകുന്നു ഉള്ളത് എന്ന് മറക്കരുത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു മഹൽ സത്യമല്ലേ ഇത്? പലപ്പോഴും മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിച്ചിട്ടുള്ളത് സ്നേഹമില്ലാതെ നമ്മുടെ അറിവ് അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിച്ചതിനാലല്ലേ? അതുകൊണ്ട് എന്താ നാം സത്യം എന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ പോലും അംഗീകരിക്കുവാൻ മറ്റുള്ളവർക്ക് സാധിക്കാതെ വരുന്നു. ഈ വിഷയത്തിൽ ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ പോലും എൻ്റെ സംസാരം പരുക്കനായി പലർക്കും അനുഭവപ്പെടാറുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ഏതെങ്കിലും അവസരത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ചിലപ്പോൾ പരുക്കനായി സംസാരിച്ചു എന്ന് വന്നേക്കാം. അത് ആരോടെങ്കിലുമുള്ള നീരസം കൊണ്ടല്ല, പിന്നെയോ സ്നേഹം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്നേഹത്താൽ അതായത് ദൈവസ്നേഹത്താൽ നാം അത് മനസ്സിലാക്കണം. ദൈവവചനം നമ്മോട് സംസാരിക്കുന്നത് വളരെ ശക്തമായിട്ടാണ് എപ്പോഴും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ആഗ്രഹിക്കുന്നതായിട്ടുള്ള മാറ്റങ്ങൾക്കത് സഹായിക്കും. ഇന്നത്തെ പഠനം തന്നെ നിങ്ങൾക്ക് പ്രയോജനകരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇത് പഠിക്കുവാൻ ഞങ്ങളോടൊപ്പം ചേർന്നതിന് പ്രത്യേകം നന്ദി. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹമാക്കി നിങ്ങളെ തീർക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.